മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ക്ലാസ് സ്റ്റോറേജ് ആൻഡ് പ്രിസർവേഷൻ ടെക്നിക്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പം നമ്മളത് 2 സെഷൻസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏകദേശം ഒരു 10 സ്റ്റോറേജ് ടെക്നിക്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ആദ്യത്തെ 5 എണ്ണമാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പല ടൈപ്പിലുള്ള സ്റ്റോറേജ് അല്ലെങ്കിൽ പ്രിസർവേഷൻ മെത്തേഡ്സ് 2 രീതിയിൽ നമുക്ക് പറയാം. നമ്മൾ പല രീതികളിൽ യൂസ് ചെയ്യുന്നില്ലേ. നമ്മൾ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നുണ്ട്, ലോ ടെമ്പറേച്ചറും ഹൈ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ്, ഇങ്ങനെ പല സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് നമ്മുടെ ഫുഡ് ഐറ്റംസ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോറേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ സ്പോയിലേജ് സ്ലോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മൈക്രോബിയൽ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യുക, ഫുഡ് ക്വാളിറ്റിയും ഫുഡ് സേഫ്റ്റിയും ഉറപ്പുവരുത്തല്ലേ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മെയിൻ ആയിട്ട് എന്താണ്? മൈക്രോബിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്തിട്ട് ഫുഡിൻ്റെ സ്പോയിലേജ് സ്ലോ ഡൗൺ ചെയ്യുക അല്ലേ. അതാണ് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഏകദേശം 10 മെത്തേഡ്സോളം ഉണ്ട്. First one is asepsis or keeping out the microorganisms. Second one, removal of microorganisms. Third, maintenance of anaerobic condition. 4, use of high temperature. Then use of low temperature. Then drying, use of chemical preservative, irradiation, അതുപോലെ mechanical destruction of microorganisms and combination of 2 or more of the above methods. Okay, അപ്പം ഇതിനകത്ത് ആദ്യത്തെ 8 ഉണ്ടാവും കോമൺലി നമ്മൾ ചെയ്യുന്നത്. മെക്കാനിക്കൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പല മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് മെക്കാനിക്കലി മൈക്രോ ഓർഗാനിസംസിനെ നമുക്ക് ഡിസ്ട്രക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം. ഓക്കെ, പിന്നെ കോമ്പിനേഷൻ ഓഫ് 2 or more ഓഫ് ദ above methods അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മേളിൽ പറഞ്ഞ റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ്, അതുപോലെ തന്നെ ഡ്രൈയിങ്, കെമിക്കൽ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യുന്നത്, ഇതൊന്നും ഒറ്റയ്ക്ക് നമ്മൾ യൂസ് ചെയ്താൽ ഇറ്റ് വിൽ നോട്ട് ബി ദാറ്റ് മച്ച് എഫിഷ്യൻറ്റ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 2 or 2-ൽ കൂടുതൽ മെത്തേഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ യൂഷ്വലി ഈ ഫുഡ് പ്രിസർവേഷൻ മെത്തേഡ്സ് നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ഫുഡ് സ്റ്റോറേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതായത് ഫുഡ് ഐറ്റംസിനെ നമുക്ക് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ടൈം വിച്ച് ദേ വിൽ ടേക്ക് ടു spoil, അതായത് ഫുഡ് അഴുക്കാവാൻ എടുക്കുന്ന ടൈമിന്റെ ബേസിൽ നമുക്ക് ഫുഡിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് പെരിഷബിൾ, സെമി പെരിഷബിൾ ആൻഡ് നോൺ പെരിഷബിൾ ഫുഡ്. ഓക്കെ, പെരിഷബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഫുഡിനെയാണ് നമ്മൾ പെരിഷബിൾ എന്ന് പറയുന്നത് അല്ലേ. എക്സാമ്പിൾ ആണ് മിൽക്ക്, മീറ്റ്, അതുപോലെ തന്നെ റോ ഫിഷസ് ഒക്കെയാണ് പെരിഷബിൾ ഫുഡ് അല്ലേ. അത് നമ്മൾ പെട്ടെന്ന് അഴുക്കായി പോകുന്ന ഫുഡുകളാണ് ഇതൊക്കെ. സെമി പെരിഷബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മീറ്റും ഫിഷും ഒക്കെ അഴുക്കാവുന്ന, അത്ര പെട്ടെന്ന് അഴുക്കാവത്തില്ല, കുറച്ച് നാളൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അതാണ് സെമി പെരിഷബിൾ ഫുഡ്. ലൈക്ക് വെജിറ്റബിൾസും അതുപോലെ ധാന്യങ്ങളൊക്കെയാണ് സെമി പെരിഷബിൾ ഫുഡിനകത്ത് വരുന്നത്. പിന്നെ ഉള്ളതാണ് നോൺ പെരിഷബിൾ ഫുഡ്. നോൺ പെരിഷബിൾ ഫുഡ് എന്ന് പറയുന്നത് ക്യാൻ ചെയ്ത ഫുഡ്. അവിടെ എന്താണ്? അനേറോബിക് കണ്ടീഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ക്യാൻ ചെയ്തിട്ടുള്ള ഫുഡ്, അല്ലെങ്കിൽ ഉണങ്ങിയ ഫുഡ്സ്, ഡ്രൈഡ് ഫുഡ്സ്, ലൈക്ക് ഡ്രൈ ഫ്രൂട്ട്സ് പോലെയുള്ളത്, നമ്മുടെ റൈസിൻസ് ഒക്കെ ഡ്രൈ ചെയ്ത് സൂക്ഷിക്കത്തില്ലേ, അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ്. പിന്നെ നമ്മുടെ പാവയ്ക്കൊക്കെ ഉണക്കി സൂക്ഷിക്കുന്നത്, അങ്ങനെയുള്ള ഡ്രൈഡ് ഫുഡ്സ് ഒക്കെ നോൺ പെരിഷബിൾ ഫുഡിനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പം ഫുഡ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻടു 3 groups according to how fast they will spoil or develop off flavors. They are perishable, semi-perishable and non-perishable. അപ്പം ഫസ്റ്റ് വൺ നമുക്ക് അസെപ്സിസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. അസെപ്സിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാം അല്ലേ. അസെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ ഓർഗാനിസംസിനെ നമുക്ക് മാക്സിമം നമ്മൾ ഇല്ലാതിരിക്കാൻ നോക്കുന്ന ഒരു പ്രവൃത്തിനെയാണ് നമ്മൾ അസെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ അസെപ്സിസ് നമുക്ക്, അല്ലെങ്കിൽ അസെപ്റ്റിക് മെത്തേഡ്സിന്റെ ഇമ്പോർട്ടൻസ് ഫുഡ് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാണ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വഴി നമുക്ക് പഠിക്കാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം അതിന്റെ പാക്കേജിംഗ് ആണ്. ഓക്കെ, ഫുഡ് നമുക്ക് പല രീതിയിൽ പാക്ക് ചെയ്യാം.
അതായത് ലൂസ് കാർട്ടൺ വഴിയോ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ റാപ്പ് ചെയ്ത് നമ്മൾ കവർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അത് മെയിൻ ആയിട്ട് അത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹാൻഡ്ലിങ്ങിന്റെ സമയത്തുള്ള കണ്ടാമിനേഷൻ ഒക്കെ പെട്ടെന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ത്, ലൂസ് കാർട്ടൺ അല്ലെങ്കിൽ റാപ്പിംഗ് ചെയ്യുന്നത്. അതുകൂടാതെ ഏറ്റവും അറ്റത്ത് ഏറ്റവും ഹൈ എൻഡിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഹെർമെറ്റിക്കലി സീൽഡ് കണ്ടെയ്നേഴ്സ് ഓഫ് ക്യാൻഡ് ഫുഡ്സ് അല്ലേ. അപ്പൊ അതിനകത്ത് എന്താണ്, ഒരു തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസും എൻ്റർ ചെയ്ത് കണ്ടാമിനേഷൻ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെ വിശ്വസിച്ചിട്ട് സീൽ കണ്ടെയ്നർ വരെ ഉള്ളതുണ്ട്. ഓക്കെ, അപ്പൊ ഓരോന്നിൻ്റെയും യൂസ് അനുസരിച്ച് നമുക്ക് പാക്കേജിങ്ങിൽ ഡിഫറൻസ് വരുത്താം. ഓക്കെ, ഇനി ഡയറി ഇൻഡസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, മിൽക്കിന്റെ എന്താ പറയുക പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാർട്ട് പോയിന്റ് തൊട്ട് എൻഡ് പോയിന്റ് വരെ നമ്മളെ മൈക്രോ ഓർഗാനിസത്തിനെ എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റും, എങ്ങനെയൊക്കെ നമുക്ക് കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഡയറി ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ മിൽക്കിന്റെ ക്വാളിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇതിന്റെ ബാക്ടീരിയൽ കണ്ടന്റിന്റെ ബേസിസിലാണ്. ഓക്കെ, ബാക്ടീരിയൽ കണ്ടന്റ് കൂടുതലാണെങ്കിൽ മിൽക്ക് ലോ ക്വാളിറ്റിയിൽ ഉള്ളതാണെന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. ഓക്കെ, കാഡിംഗ് ഇൻഡസ്ട്രിയിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോ ഓർഗാനിസത്തിന്റെ ലോഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഹീറ്റ് പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം മൈക്രോബിയൽ അതായത് ഈ കാനിങ്ങിന്റെ ടൈമിൽ ഒരു ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ് കണ്ടാമിനേഷൻ നടത്തുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ഹീറ്റ് നമ്മൾ അഡിക്വേറ്റ് ആയിട്ട് ഹീറ്റ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ ആ ഓർഗാനിസം അവിടെ സർവൈവ് ചെയ്തിട്ട് നമ്മൾ ബോട്ടിലിസം ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, ക്ലോസ്ട്രീഡിയം ബോട്ടിലിന, അതിന്റെ പ്രത്യേകത എന്താണ്, ഈ ക്യാൻഡ് ഫുഡിലൊക്കെ അതിന് സർവൈവ് ചെയ്യാൻ പറ്റും ബിക്കോസ് ദേ ആർ അനേറോബ് അല്ലേ. അപ്പം അനേറോബും ആണ്, അതുപോലെ തന്നെ ഹീറ്റ് റെസിസ്റ്റന്റ് ആയതുകൊണ്ട് ദേ ക്യാൻ സർവൈവ്. അപ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടാമിനേഷൻ മാക്സിമം ഒഴിവാക്കാനാണ് നോക്കേണ്ടത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് മീറ്റ് പാക്കിംഗ് ഇൻഡസ്ട്രി. മീറ്റ് പാക്കിംഗ് ഇൻഡസ്ട്രിയിൽ എന്താണ്, കണ്ടാമിനേഷൻ ഉണ്ടാവാൻ അല്ലെങ്കിൽ മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടായിട്ട് ആ മീറ്റ് പ്രോഡക്റ്റ് ഡാമേജ്ഡ് ആവാനുള്ള ചാൻസസ് വെരി ഹൈ അല്ലേ. അപ്പോൾ മീറ്റ് പാക്കിംഗ് ഇൻഡസ്ട്രിയിൽ സ്ലോട്ടറിങ്ങിന്റെ സമയത്ത്, ഹാൻഡ്ലിങ്ങിന്റെ സമയത്ത്, പ്രോസസ്സിങ്ങിന്റെ സമയത്ത് എല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീനിക് മെത്തേഡ്സ് യൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് മീറ്റ് പ്രോഡക്ട്സിന്റെയും ക്വാളിറ്റിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇൻഡസ്ട്രീസ് ഇൻവോൾവിങ് ഫുഡ് ഫെർമെന്റേഷൻ ലൈക്ക് ചീസ് മേക്കിങ്ങിന്റെ ഒക്കെ സമയത്ത് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന കണ്ടാമിനേഷൻ മാക്സിമം പ്രിവെന്റ് ചെയ്യാൻ നോക്കണം. Okay, the fewer the competing organism in the fermenting material, the more likely is the success of fermentation. Okay. Second one is removal of microorganisms. നമുക്ക് ബാക്ടീരിയനെയും വൈറസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു സ്റ്റോറേജ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. ഫിൽട്രേഷൻ ഉണ്ട്, സെൻട്രിഫ്യൂഗേഷൻ ഉണ്ട്. സെൻട്രിഫ്യൂഗേഷൻ അതുപോലെ അതിനകത്ത് തന്നെ സെഡിമെന്റേഷനും ഉണ്ട്, ക്ലാരിഫിക്കേഷനും ഉണ്ട്. ദെൻ വാഷിംഗ് ഉണ്ട്, ട്രിമ്മിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് ഫിസിക്കലി റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ എന്താണ്, ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സിംപ്ലി പറയുമ്പോൾ നമ്മൾ അരിച്ചെടുക്കുക, അത്രേ ഉള്ളൂ ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ. അപ്പം ഈ ഫിൽട്രേഷൻ ഈസ് ദ ഒൺലി സക്സസ്ഫുൾ മെത്തേഡ്. അതായത് മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ സക്സസ്ഫുൾ മെത്തേഡ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഒൺലി സക്സസ്ഫുൾ മെത്തേഡ് എന്ന് പറയുന്നത് ഫിൽട്രേഷൻ ആണ്. പക്ഷെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ബാക്ടീരിയാസിനെയൊക്കെ ഒരു പരിധി വരെ സക്സസ്ഫുള്ളി റിമൂവ് ചെയ്യാം, ബട്ട് വൈറസ് എന്ന് പറയുന്നത് അതിലും ചെറിയൊരു സ്ട്രക്ചറാണ്. അപ്പം അതിനെയൊന്നും നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജും കൂടെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസിൽ കൂടുതലും കാണുന്നത് ബാക്ടീരിയാസിനെ ആയതുകൊണ്ട് നമ്മൾ പറയും ഇറ്റ് ഈസ് ഒൺലി സക്സസ്ഫുൾ മെത്തേഡ് ഫോർ കംപ്ലീറ്റ് റിമൂവൽ ഓഫ് ഓർഗാനിസംസ്. ഇനി വൈറസിനെ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫിൽട്രേഷന് യൂസ് ചെയ്യുന്ന മെംബ്രെയിൻ്റെ പോർ സൈസ് എന്ന് പറയുന്നത് ആ വൈറസിനെ കഴിഞ്ഞും എന്താണ് ചെറുതാക്കി നമ്മൾ വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഫിൽട്രേഷൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങളെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിനെ ഫിൽട്രേഷൻ വഴി മൈക്രോ ഓർഗാനിസം റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ എന്തുകൊണ്ടാണ് നമ്മൾ ഈ അരിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ അരിച്ചെടുക്കുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന അരിപ്പ പോലെയുള്ള സാധനം വെച്ചിട്ടൊന്നും അല്ല അല്ലേ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിൻറ്റേർഡ് ഗ്ലാസ്, ഡയറ്റമീഷ്യസ് എർത്ത്,
അൺഗ്ലേസ്ഡ് പോർസിലിയൻ മെംബ്രെയിൻ പാച്ച് അല്ലെങ്കിൽ അതുപോലെയുള്ള മെറ്റീരിയൽസ് വഴിയാണ് നമ്മൾ ഈ പറയുന്ന ഫിൽറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് വിച്ച് വിൽ ബി ബാക്ടീരിയ പ്രൂഫ്, അതായത് ബാക്ടീരിയനെ കടത്തി വിടത്തില്ല. ആൻഡ് ലിക്വിഡ് നമ്മൾ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ വഴി നമ്മൾ ഈ ഒരു മെംബ്രെയിൻ ഫിൽറ്റർ വഴി പാസ് ചെയ്ത് വിടും. ഓക്കെ, ആൻഡ് ഈ ഒരു ഫിൽട്രേഷൻ മെത്തേഡ് നമ്മൾ ഫ്രൂട്ട് ജ്യൂസ്, ബിയർ, സോഫ്റ്റ് ഡ്രിങ്ക്, വൈന്, വാട്ടർ ഒക്കെ ഫിൽറ്റർ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഫിൽട്രേഷൻ ഇസ് ദ only successful method for the complete removal of organisms and its use is limited to clear liquids. The liquid is filtered through a previously sterilized bacteria-proof filter made of sintered glass, diatomaceous earth, unglazed porcelain, membrane parts or similar material, and the liquid is forced through by positive or negative pressure, and this method has been used successfully with fruit juice, beer, soft drink, wine and water. Okay. ഇനി സെൻട്രിഫ്യൂഗേഷൻ അല്ലെങ്കിൽ സെഡിമെന്റേഷന്റെ കാര്യം നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് മച്ച് എഫക്റ്റീവ് എന്ന് നമുക്ക് പറയാം. ഫിൽട്രേഷൻ്റെ അത്രയൊന്നും എഫക്റ്റീവ് അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മൈക്രോ ഓർഗാനിസം ഒന്നും അവിടെ റിമൂവ് ആയില്ലെന്ന് വരാം. സാധാരണ നമ്മളൊരു സെൻട്രിഫ്യൂഗേഷൻ ചെയ്ത് അല്ലെങ്കിൽ സെഡിമെന്റേഷൻ തീരെ ഒരു ഗുണമില്ലാത്തൊരു കാര്യമാണ് സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്, അല്ലേ? സെൻട്രിഫ്യൂഗേഷൻ പിന്നെ നമുക്ക് പറയാം. അപ്പം സെഡിമെന്റേഷൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യും, നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിലൊക്കെ ട്രീറ്റ്മെന്റ് ടൈമിൽ നമ്മൾ സെഡിമെന്റേഷൻ യൂസ് ചെയ്യും. പക്ഷെ ആ സെഡിമെന്റേഷൻ മാത്രം വെച്ചിട്ട് നമ്മൾ വെള്ളം ശുദ്ധീകരിച്ചു എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല, അല്ലേ? കാരണം എന്താണ്? സെഡിമെന്റേഷൻ വഴി പാർട്ടിക്കുലേറ്റ് മാറ്റർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അടിയിൽ അടിഞ്ഞുകൂടുന്നത്. ബാക്കിയുള്ള ബാക്ടീരിയാസ് ഒക്കെ ആ വെള്ളത്തിൽ തന്നെ പ്രസന്റ് ആയിരിക്കും. അതുകൊണ്ട് സെഡിമെന്റേഷൻ എന്ന് പറയുന്നത് ഒട്ടും നല്ലൊരു മെത്തേഡ് അല്ല. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് എന്താ പറയാ, നല്ല മെത്തേഡാണെന്ന് നമുക്ക് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് സെൻട്രിഫ്യൂഗേഷൻ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോർട്സിനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ നമ്മൾ പറഞ്ഞു? സെൻട്രിഫ്യൂഗേഷൻ ആൻഡ് സെഡിമെന്റേഷൻ is not very effective in that some but not all of the microorganisms are removed, and the sedimentation is used in the treatment of drinking water but is insufficient by itself. When centrifugation is applied to milk, the main purpose is not to remove bacteria but to take out the suspended materials, although centrifugation at high speed removes most of the spores. അതാണ് ആകെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. സ്പോറിനെ നമുക്ക് ഒരു പരിധി വരെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് വാഷിംഗ് റോ ഫുഡ്സ്. ഓക്കെ, റോ ഫുഡ് നമുക്ക് കഴുകുക എന്നുള്ളത് മറ്റൊരു എന്താ പറയുക, മെക്കാനിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, അല്ലേ? അപ്പോൾ റോ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കറിയൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? കഴുകിയിട്ട് നമ്മൾ എന്താ പറയുക യൂസ് ചെയ്യും. അപ്പോൾ അത് പ്രിസർവേഷൻ്റെ ഇതിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഹെൽപ്ഫുൾ ആണ്. ചിലപ്പം അത് എന്താ പറയുക ഹാംഫുൾ ആവാം. കാരണം നമ്മൾ ഈ വാഷ് ചെയ്യുന്നത് വെള്ളം അഴുക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുഴപ്പമില്ലാതിരുന്ന പച്ചക്കറിയിൽ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം കൂടെ ആഡ് ചെയ്ത് ആ വെള്ളത്തിലുള്ള ബാക്ടീരിയ അതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ വാട്ടർ ചിലപ്പോൾ മോയ്സ്ചർ കണ്ടന്റ് കൂട്ടും. അപ്പോൾ എന്ത് ചെയ്യും? ഓൾറെഡി അവിടെയുള്ള മൈക്രോ ഓർഗാനിസംസിന് സർവൈവ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് ഈസി ആക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതാണ് റോ ഫുഡ് വാഷിങ്ങിൻ്റെ ഒരു പ്രശ്നം. Okay, it can be helpful in the preservation but may be harmful under some conditions. ഏതൊക്കെയാ conditions? Washing food may be dangerous if the water adds spoilage organisms or increase the moisture so that growth of spoilage organism is encouraged. Okay, അടുത്ത കാര്യമാണ് trimming. Trimming എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കട്ട് ചെയ്ത് കളയുക, അല്ലേ? അതിപ്പം നമ്മളൊരു പച്ചക്കറി എടുത്തു, അതിനകത്ത് അല്ലെങ്കിൽ ക്യാരറ്റ് എടുത്തു, അതിൻ്റെ അറ്റം അഴുക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് കട്ട് ചെയ്ത് കളയും, അല്ലേ? സ്പോയിൽഡ് ആയിട്ടുള്ള സാധനം നമ്മൾ കട്ട് ചെയ്ത് ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുക. പക്ഷെ അത് ആക്ച്വലി ഒരു നല്ല മെത്തേഡ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല, അല്ലേ? നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുന്ന അഴുക്ക് മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ആ ക്യാരറ്റ്, എക്സാമ്പിൾ പറയുക, ക്യാരറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാരറ്റിൻ്റെ മുറിച്ച് കളഞ്ഞ ഭാഗത്ത് മാത്രമായിരിക്കും അഴുക്കായിട്ടിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? ഈ ബാക്ടീരിയൽ മൾട്ടിപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? പുറമേ അത് അഴുക്ക് കാണിക്കുന്നില്ലെന്നേ ഉള്ളായിരിക്കും. ഓക്കെ, അപ്പം ട്രിമ്മിങ് എന്ന് പറയുന്നത് ഒരിക്കലും നല്ലൊരു മെത്തേഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ചില ഫുഡ് ഐറ്റംസിലൊക്കെ നമ്മൾ ട്രിമ്മിങ് ചെയ്യാറുണ്ട്.
ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. although large number of spoilage organisms are removed in this way, heavy contamination of the remaining food may take place. Okay. അടുത്ത മെത്തേഡ് ആണ് അനേറോബിക് കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അനേറോബിക് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇത് നമ്മൾ ഫോളോ ചെയ്യുന്ന ക്യാൻഡ് ഫുഡ്സിൻ്റെ കാര്യത്തിലാണ് അല്ലേ. ക്യാൻഡ് ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് അപ്പോൾ ഈ ക്യാൻഡ് ഫുഡിൻ്റെ ഹെഡ് സ്പേസ്, അതായത് മുകളിൽ കുറച്ച് ഏരിയയിൽ ഒന്നും ഇല്ലാതെ ഇരിക്കും അല്ലെ, ഫുഡൊന്നും ഇല്ലാതെ ഇരിക്കും. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഓക്സിജൻ തങ്ങി നിൽക്കും. അപ്പം ആ ഏരിയയിൽ ഓക്സിജൻ നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്ത് കളയാം. ഒന്നെങ്കിൽ നമുക്ക് ഇവാക്യുവേറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ നമുക്കത് റീപ്ലേസ് ബൈ അനദർ എയർ, അതായത് കാർബൺ ഡൈ ഓക്സൈഡോ എയർ മാറ്റിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കാം, അല്ലെങ്കിൽ നൈട്രജൻ പോലെയുള്ള ഇനേർട്ട് ഗ്യാസസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അനേറോബിക് കണ്ടീഷൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചില ഈ എയ്റോബിക് സ്പോർ ഫോമിങ് ബാക്ടീരിയാസ് ഉണ്ട്, നമ്മുടെ ബാസിലസ് പോലെയുള്ള എയ്റോബിക് സ്പോർ ഫോമിങ് ബാക്ടീരിയാസ്, ഇവർ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ക്യാൻഡ് ഫുഡ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന ടൈമിലൊക്കെ ഈ ഓർഗാനിസം അല്ലെങ്കിൽ ഈ സ്പോർ ആ ഫുഡ് ഐറ്റത്തിൽ പ്രസൻ്റ് ആയിരിക്കും. അത് നമ്മൾ ക്യാൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഓക്സിജൻ ഇല്ലാതാക്കുന്ന ടൈമിൽ എന്ത് ചെയ്യും, ഈ സ്പോർ ഫോമിങ് ബാക്ടീരിയക്ക് സർവൈവ് ചെയ്യാൻ പറ്റാതെ അത് ചത്തുപോകും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫെർമെൻറ്റേഷൻ്റെ സമയത്ത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് അക്യുമുലേഷൻ അറ്റ് ദ സർഫസ് വിൽ സെർവ് ടു മേക്ക് കണ്ടീഷൻസ് അനേറോബിക് ദെയർ ആൻഡ് പ്രിവെന്റ് ദ ഗ്രോത്ത് ഓഫ് എയറോബ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് യൂസ് ഓഫ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ 3 രീതിയിലുണ്ട്. പാസ്ചറൈസേഷൻ നമുക്ക് ചെയ്യാം, പിന്നെ ടെമ്പറേച്ചർ എബൌട്ട് 100 ഡിഗ്രി, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഓവർ 100 ഡിഗ്രി. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ പാസ്ചറൈസേഷൻ നമുക്ക് എപ്പോഴും നമ്മൾ പഠിക്കുന്ന കാര്യമുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. പാസ്ചറൈസേഷൻ നമ്മൾ അതിൻ്റെ യൂസ് എവിടാന്നൊക്കെ നോക്കാം. ഒന്നാമത്തെ കാര്യം, റിഗറസ് ആയിട്ടുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഹാം ആവും, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി നഷ്ടപ്പെടും. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, പാസ്ചറൈസേഷൻ ചെയ്യാം. അതുപോലെ തന്നെ പത്തോജൻസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്ചറൈസേഷൻ ഫോളോ ചെയ്യാം അല്ലേ. പത്തോജൻസിനൊക്കെ എന്ന് പറയുമ്പോൾ അത് 37 ഡിഗ്രിയിൽ സർവൈവ് ചെയ്യുന്ന ആൾക്കാരാണ് മോസ്റ്റ് ഓഫ് ദ ഹ്യൂമൻ പത്തോജൻസ് അല്ലേ. അപ്പോൾ അവരെയൊക്കെ കില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് പാസ്ചറൈസേഷൻ ചെയ്യാം. അതുപോലെ തന്നെ സ്പോയിലേജ് ഓർഗാനിസം, മിൽക്കോ അല്ലെങ്കിൽ എന്താ പറയുക ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ അഴുക്കാക്കുന്ന സ്പോയിലേജ് ഓർഗാനിസംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഹീറ്റ് റെസിസ്റ്റന്റ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ അവരെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാസ്ചറൈസേഷൻ ചെയ്യാം. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഫ്രൂട്ട് ജ്യൂസിലുള്ള ഈസ്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യാം പാസ്ചറൈസേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ മിൽക്കിൽ നമ്മൾ പാസ്ചറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ചെയ്താൽ നമ്മൾ ആദ്യം പാസ്ചറൈസ് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാ ബാക്ടീരിയാസിനെ നശിപ്പിച്ച് ബാക്കിയുള്ള ബാക്ടീരിയാസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അഡീഷണൽ ട്രീറ്റ്മെന്റ് ചെയ്യാം. ലൈക്ക് നമ്മൾ മാർക്കറ്റ് മിൽക്ക് പാസ്ചറൈസ് ചെയ്ത് ചില്ല് ചെയ്യുന്ന കാര്യം അല്ലെ, നമ്മൾ തണുപ്പിച്ച് വെക്കും. അപ്പം അതൊക്കെ അവിടെയും നമുക്ക് പാസ്ചറൈസേഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ചീസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കോമ്പീറ്റിംഗ് ഓർഗാനിസംസിനെ നമുക്ക് നശിപ്പിച്ച് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പാസ്ചറൈസേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ പാസ്ചറൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? when more rigorous heat treatment might harm the quality of product, when one aims to kill the pathogen, then main spoilage organisms are not very heat resistant, then when any surviving spoilage organism will be taken care of by additional preservative methods, example chilling of market milk, then when competing organisms are to be killed, example in cheese making. Okay, ഇനിയും പാസ്ചറൈസേഷൻ്റെ കൂടെ നമുക്ക് സപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പ്രിസർവേറ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്യുക, എക്സാമ്പിൾ മിൽക്ക്. ഓക്കെ, രണ്ടാമത്തെ കാര്യം അത് സീൽഡ് കണ്ടെയ്നറിൽ പാക്ക് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. സീൽഡ് കണ്ടെയ്നറിൽ പാസ്ചറൈസ് ചെയ്ത ഉടനെ നമ്മൾ സീൽഡ് കണ്ടെയ്നറിലാക്കുകയാണെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് അതിനകത്ത് എൻ്റർ ചെയ്യാതിരിക്കാൻ പറ്റുകയും കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അനേറോബിക് കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ക്യാൻഡ് ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ,
ബിവറേജസ് ഒക്കെ നമുക്ക് ക്യാൻ ചെയ്ത് സൂക്ഷിക്കാം. അങ്ങനെ നമുക്ക് അനേറോബിക് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് എയ്റോബ്സിനെ ഒക്കെ നമുക്ക് ഒരു പരിധി വരെ എന്താ പറയുക അവരുടെയൊക്കെ ഗ്രോത്ത് നമുക്ക് പ്രിവെന്റ് ചെയ്യാം. പിന്നെ ഷുഗർ നമ്മൾ ഹൈ കോൺസെൻട്രേഷനിൽ ഷുഗർ ആഡ് ചെയ്യാം. നമുക്കറിയാം ഷുഗർ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ പ്രിസർവേറ്റീവ് അല്ലെ, അത് നമ്മൾ പഠിക്കും വരുന്നുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഷുഗർ എന്ന് പറയുന്നത് ഒരു പ്രിസർവേറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്കിലൊക്കെ നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ട് ക്യാൻ ചെയ്ത് സൂക്ഷിക്കും. അപ്പോൾ അതൊക്കെ ഒരു പ്രിസർവേറ്റീവ് മെത്തേഡ്സ് ആണ് വിച്ച് ഇസ് യൂസ് ടു സപ്ലിമെന്റ് ദ പാസ്ചറൈസേഷൻ. അടുത്തത് കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ലൈക്ക് നമ്മൾ പിക്കിൾസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓർഗാനിക് ആസിഡ്സ് അതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പം അതും ഒരു കെമിക്കൽ പ്രിസർവേറ്റീവ് ആണ് വിച്ച് ക്യാൻ ഓൾസോ ആക്ട് ആസ് എ സപ്ലിമെന്റ് ടു പാസ്ചറൈസേഷൻ. Okay. Next is about the heating about 100 degrees Celsius. അതായത് 100 ഡിഗ്രിക്ക് അടുത്ത് വരെ എത്തുന്ന ഹീറ്റിംഗ് മെത്തേഡ്സ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ടെമ്പറേച്ചർ ഓഫ് അപ്രോക്സിമേറ്റ്ലി 100 ഡിഗ്രി നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമ്മൾ ഈ ലിക്വിഡ് ഫുഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബോയിൽ ചെയ്യാം. ഓക്കെ, നിയർലി ബോയിൽ ചെയ്യുമ്പോൾ അത് 100 ഡിഗ്രി ആണെന്ന് നമുക്ക് പറയാം അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ബോയിലിംഗ് വാട്ടറിനകത്ത് നമുക്ക് ഫുഡ് ഇമ്മേഴ്സ് ചെയ്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഒരു ഫ്ലോയിങ് സ്റ്റീമിലേക്ക് നമ്മൾ നമ്മുടെ ഫുഡ് ഐറ്റം എക്സ്പോസ്ഡ് ആക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു മെത്തേഡ്, ഇത് എബൌട്ട് 100 ഡിഗ്രിയിൽ നമ്മൾ നമ്മുടെ ഫുഡ് ഐറ്റംസ് ചൂടാക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ബേക്കിങ്ങിൻ്റെ ഒക്കെ സമയത്ത് പുറമേ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും, അല്ലെങ്കിൽ ഓവൻ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. പക്ഷേങ്കിൽ ഇന്റേണൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും 100ൽ എത്തത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, 100-നടുത്ത് ഒക്കെ അത് എത്തത്തുള്ളൂ. അതാണ് പറയുന്നത് ഡ്യൂറിങ് ബേക്കിംഗ് ഇന്റേണൽ ടെമ്പറേച്ചർ ഓഫ് ബ്രെഡ്, കേക്ക് ഓർ അതർ ബേക്കറി പ്രോഡക്ട്സ് അപ്രോച്ചസ് ബട്ട് never reaches 100 as long as moisture is present. Okay, moisture ആ ഫുഡ് ഐറ്റത്തിൽ ഉള്ളിടത്തോളം ഇത് എന്താണ് 100 ഡിഗ്രിയിൽ എത്തത്തില്ല. പക്ഷെ എന്താണ്, മോയ്സ്ചർ എല്ലാം നശിപ്പിച്ച് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ പെട്ടെന്ന് അത് കരിഞ്ഞു പോവുകയും ചെയ്യും. ഓക്കെ, അടുത്തത് ഹീറ്റിംഗ് എബവ് 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ ഹീറ്റിംഗ് എബവ് 100 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് മെയിൻ ആയിട്ടും സ്റ്റീം അണ്ടർ പ്രഷർ, സ്റ്റീം ഇൻ പ്രഷർ സ്റ്റെറിലൈസർ അല്ലെങ്കിൽ റീടോക്സ് പോലെയുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്ത് നമുക്ക് എബവ് 100 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ പറയുന്ന റിട്ടോക്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റിട്ടോക്സിലെ ടെമ്പറേച്ചർ സ്റ്റീം പ്രഷർ കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറും കൂടുതലായിട്ട് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഈ പറയുന്ന ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ക്യാനിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു മെത്തേഡാണ് കൂടുതലായിട്ടും ഫോളോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈ സ്റ്റീം പ്രഷറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹൈ സ്റ്റീം ആവുമ്പോൾ എന്ത് സംഭവിക്കുമ്പോൾ ബോയിലിംഗ് ടെമ്പറേച്ചർ കൂടും. നമ്മൾ ഓട്ടോക്ലേവ് ഒക്കെ പഠിച്ചിട്ടില്ലേ, ഓട്ടോക്ലേവിൽ എന്താണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കഴിഞ്ഞും കൂടുതൽ പ്രഷർ ആക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ബോയിലിംഗ് പോയിന്റ് കൂടും. ഓക്കെ, അപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റും കൂടും. ആ സെയിം ടെക്നിക്കാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനാണെന്നുണ്ടെങ്കിൽ 100 ഡിഗ്രി വരെ എത്തത്തുള്ളൂ അല്ലേ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ബോയിലിംഗ് ടെമ്പറേച്ചറും കൂടും. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് മിൽക്ക് നമ്മൾ 150 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ചെയ്യും നമ്മുടെ അൾട്രാ ഹൈ ടെമ്പറേച്ചർ വെച്ചിട്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ സ്റ്റീം ഇൻജക്ഷൻ അല്ലെങ്കിൽ സ്റ്റീം ഇൻഫ്യൂഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്, ഫോളോഡ് ബൈ എ ഫ്ലാഷ് ഇവാപറേഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഹീറ്റിംഗ് എബവ് 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കുന്നത്. എങ്ങനെയാണ്, സ്റ്റീം പ്രഷർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന എബവ് 100 ഡിഗ്രിയിൽ നമ്മൾ സ്റ്റീം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മെയിൻലി യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഫുഡ്സിൻ്റെ ഒക്കെ കേസിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അത് സ്റ്റെറൈൽ ക്യാനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഈ പറയുന്ന ഹൈ സ്റ്റീം പ്രഷർ കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ അതുപോലെ കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സ്കാനിങ്. എന്താണ് കാനിങ്? അതായത് ഫുഡ് ഐറ്റംസിനെ നമ്മൾ സീൽ ചെയ്തിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കത്തില്ലേ, അതിനാണ് നമ്മൾ ഈ കാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ടും ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. സ്പോയിലേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെന്റുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാനിങ്ങിന് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ക്യാൻസ് ആണ് അല്ലേ, ടിൻ ക്യാൻസ് വിച്ച് ആർ മെയ്ഡ് അപ്പ് ഓഫ് ടിൻ കോട്ടഡ് സ്റ്റീൽ
glass container, but increasing use is being made of containers that are partially or wholly of aluminum, of plastics as pouches or solid containers, or of composite of materials. Okay, അപ്പോൾ canning എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫുഡ് പ്രിസർവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സീൽ ചെയ്ത കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നു. ആൻഡ് അതിനു മുമ്പ് നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെന്റും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ഒരു കാര്യമാണ് പ്രഷറൈസ്ഡ് പാക്കേജ്ഡ് ഫുഡ്സ്. അതായത് നമ്മളിപ്പം നമ്മൾ ഫുഡ് ഐറ്റംസ് എന്താ പറയുക, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് വെച്ചിട്ട് നമ്മൾ ഫിൽ ചെയ്തിട്ട്, അതൊരു പ്രൊപ്പല്ലൻ ഗ്യാസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള പ്രൊപ്പല്ലൻ ഗ്യാസിനെ ഒരു പ്രഷർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? പാക്ക് ചെയ്യും. ഓക്കെ, ലൈക്ക് ലിക്വിഡ്സും പേസ്റ്റും ഒക്കെയാണ് കൂടുതലായിട്ട് നമ്മളിങ്ങനെ പാക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്താൽ നമുക്ക് എന്താ പറയുക, ഫോം രൂപത്തിലോ അല്ലെങ്കിൽ സ്പ്രേ രൂപത്തിലോ അത് നമുക്ക് പുറത്തേക്ക് വരും. എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പം വിപ്പിംഗ് ക്രീം ഒക്കെ അങ്ങനെയല്ലേ, അതായത് ഫോം അപ്പിയറൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ബിവറേജ് കോൺസെൻട്രേറ്റ്സ്, സാലഡ് ഡ്രസ്സിങ്സ്, കോണ്ടിമെന്റ്സ്, ഓയിൽസ്, ജെല്ലി, ഫ്ലേവറിങ് സബ്സ്റ്റൻസസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പം നമ്മൾ പ്രഷറൈസ്ഡ് പാക്കേജിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം എന്താണ്, മൈക്രോബിയൽ സ്പോയിലേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് നമ്മൾ അഡിക്വേറ്റ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ് മെത്തേഡ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രഷറൈസ്ഡ് പാക്കേജിംഗ് എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രഷറൈസ്ഡ് പാക്കേജിംഗ് ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസത്തിന് ഇത് ഒരു തരത്തിലും എന്താണ് എന്താ പറയുക, ഇല്ലാതാക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഒക്കെ നിറച്ചെന്ന് പറഞ്ഞാലും കുറച്ച് എമൗണ്ട് ഓഫ് ഓക്സിജൻ അവിടെ ഉണ്ടാവാം. ഓക്കെ, അപ്പം അതുകൊണ്ട് എന്താ പറയുക, ദേ ആർ സബ്ജക്റ്റഡ് ടു മൈക്രോബിയൽ സ്പോയിലേജ് അൺലെസ് അഡിക്വേറ്റ് പ്രിസർവേറ്റീവ് മെത്തേഡ്സ് ആർ എംപ്ലോയിഡ്. നെക്സ്റ്റ് സ്റ്റോറേജ് ഇൻ ലോ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം ഹൈ ടെമ്പറേച്ചറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ലോ ടെമ്പറേച്ചറിൽ നമ്മൾ ഫുഡ് എങ്ങനെ സ്റ്റോർ ചെയ്യും? അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് കോമൺ അല്ലെങ്കിൽ സെല്ലർ സ്റ്റോറേജ്. അപ്പോൾ ഈ കോമൺ അല്ലെങ്കിൽ സെല്ലർ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ഒന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ കഴിഞ്ഞും കുറച്ചും കൂടെ ടെമ്പറേച്ചർ കുറവായിരിക്കും എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാണ് ഈ സെല്ലർ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റൂട്ട് ക്രോപ്സ്, പൊട്ടറ്റോസ്, ക്യാബേജ്, സിലിയറി, ആപ്പിൾ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ആണ് മെയിനായിട്ട് നമ്മൾ ഈ സെല്ലർ സ്റ്റോറേജ് വഴി നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് വളരെ കുറച്ച് നാളത്തേക്ക്. ഓക്കെ, അപ്പം ഈ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെയുള്ള എൻസൈംസും അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസും ഒക്കെ അതിൻ്റെ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യും അല്ലേ. നമ്മൾ ലോ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നില്ല അല്ലേ, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് സ്റ്റോർ ചെയ്ത് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ റെഫ്രിജറേഷൻ ഒന്നും ഇല്ലാത്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക സ്റ്റോറേജ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കോമൺ ഓർ സെല്ലാർ സ്റ്റോറേജ്. Temperature is common or cellar storage is usually not much below that of the outside air and is mainly lower than 15 degrees Celsius. Root crops, potatoes, cabbage, celery, apples അതുപോലെയുള്ള ഫുഡ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് വഴി ചെയ്യുന്നത്, which is only stored for limited period. Okay, and deterioration of fruits by enzymes അതുപോലെ തന്നെ microorganisms is not prevented but it is lower than the atmospheric temperature. അതാണ് ഒരു അഡ്വാൻറ്റേജ്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലും കുറവാണ് എന്താ പറയുക നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന ടെമ്പറേച്ചർ എന്ന് ഉള്ളത് കൊണ്ട് നമ്മുടെ കണ്ടാമിനേഷനിലെ മൈക്രോബിയൽ ഡിറ്റീരിയോഷനിലെ ഡാമേജ് ഉണ്ടാക്കുന്നത് കുറച്ച് നാളത്തേക്ക് നമുക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് കോമൺ അല്ലെങ്കിൽ സെല്ലാർ സ്റ്റോറേജിന്റെ കാര്യം പറയുന്നത്. നെക്സ്റ്റ് ചില്ലിംഗ് അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജ്. ഓക്കെ, അപ്പം കോൾഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഫ്രീസ് ചെയ്യത്തില്ല, നമ്മൾ തണുപ്പിച്ച് വെക്കുക. നമ്മുടെ കോമൺ റെഫ്രിജറേറ്റഡ് ടെമ്പറേച്ചറിലായിരിക്കും നമ്മൾ വെക്കുന്നത്. ഓക്കെ, നമ്മളൊരു ടെമ്പററി പ്രിസർവേഷന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ പ്രിസർവേറ്റീവ് പ്രോസസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ പറയുന്ന ടെമ്പററി ആയിട്ട് ഫുഡ് പ്രിസർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കോൾഡ് സ്റ്റോറേജ് ആണ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ പെരിഷബിൾ ഫുഡൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ലിമിറ്റഡ് ടൈമിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന കോൾഡ് സ്റ്റോറേജ് നമുക്ക് ചെയ്യാം. ആൻഡ് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും എന്താ മൈക്രോബിയൽ ചേഞ്ചസ് അതുപോലെ തന്നെ എൻസൈമാറ്റിക് ഡിറ്റീരിയോറേഷൻ
സ്ലോ ഡൗൺ ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ. അതല്ലാതെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ ഒന്നും നമ്മളിവിടെ കില്ല് ചെയ്യുന്നില്ല അല്ലെ, വളരെ ചെറിയൊരു ടെമ്പറേച്ചർ ആയിരിക്കും നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റോറേജ് ടെമ്പറേച്ചർ ഓഫ് റോ ഫുഡ്സ്, അതുപോലെ തന്നെ അതിന്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമുക്ക് നോക്കാം. അപ്പോൾ ഹ്യൂമിഡിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ വാട്ടർ കണ്ടന്റ് കൂടുതലുണ്ടെങ്കിൽ മൈക്രോ ഓർഗാനിസം പെട്ടെന്ന് ഗ്രോ ചെയ്യാനും പെട്ടെന്ന് കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഹ്യൂമിഡിറ്റി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എപ്രിക്കോട്ട്സ് ഒക്കെ ആണെങ്കിൽ -0.5 to 0 ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ബനാന നമുക്ക് 11 to 15 ഡിഗ്രി സെൽഷ്യസ്. ബീൻസ്, പെപ്പേഴ്സ് ഒക്കെയാണ് 7.2. ക്യാബേജ്, ലെറ്റ്യൂസ്, ക്യാരറ്റ്, അതുപോലെ ഒണിയൻ ഒക്കെ ആണെങ്കിൽ 0 ഡിഗ്രിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. ദെൻ ലെമൺ 12 to 14. മെലൺ, മറ്റു മെലൺസ് ഒക്കെ ആണെങ്കിൽ 4.4 to 10. ടൊമാറ്റോ, റൈറ്റ് ടൊമാറ്റോ ആണെങ്കിലും 4.4 to 10 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ മറ്റൊരു കോമ്പിനേഷൻ ടെക്നിക്കാണ് ഇത്. ഇറേഡിയേഷനും ചില്ലിങ്ങും കൂടെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരിക. അതായത് നമ്മുടെ ചില്ലിങ് സ്റ്റോറേജിന്റെ കൂടെ UV ഇറേഡിയേഷനും കൂടെ നടത്തി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? UV ഇറേഡിയേഷന്റെ പ്രത്യേകത എന്താ? മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ നശിപ്പിച്ച് കളയാൻ പറ്റും. അതിന്റെ കൂടെ നമ്മൾ കോൾഡ് സ്റ്റോറേജ് കൂടെ ചെയ്യുമ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും, കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ UV ലാംപ്സ്, ഈ പറയുന്ന മീറ്റ്, ചീസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന റൂംസിൽ നമ്മൾ UV ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? ഇറാഡിയേഷൻ is the combination of UV irradiation with chilling storage, helps to preserve some of the food and may permit the use of higher humidity or storage temperature than is practicable with chilling alone. UV lamps have been installed in rooms for the storage of meat and cheese. Okay. Next is freezing അല്ലെങ്കിൽ frozen storage. Okay. അപ്പോൾ അതിനകത്ത് പേരിൽ തന്നെ എന്താണ്, ഇവിടെ ഫ്രീസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് എൻറ്റയർലി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? ഫ്രോസൺ ആയി കഴിഞ്ഞാൽ അതിന് ഒരിക്കലും മൈക്രോ ഓർഗാനിസത്തിന് അവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫുഡ് ഐറ്റത്തിലുള്ള എൻസൈംസിനും അതിൻ്റെ ആക്ടിവിറ്റി ചെയ്യാനും സാധിക്കത്തില്ല. ഓക്കെ, അപ്പം സ്റ്റോറേജ് ടെമ്പറേച്ചർ എന്തുമാത്രം കുറയ്ക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ കെമിക്കൽ അതുപോലെ തന്നെ എൻസൈമാറ്റിക് റിയാക്ഷൻസും സ്ലോ ഡൗൺ ചെയ്യും. ഓക്കെ, ബട്ട് മോസ്റ്റ് ഓഫ് ദം വിൽ കണ്ടിന്യൂ സ്ലോലി അറ്റ് എനി ടെമ്പറേച്ചർ അല്ലേ. നമുക്ക് ഫ്രോസൺ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാലാകാലങ്ങൾ ആ ഫുഡ് ഐറ്റം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റത്തില്ല അല്ലേ. എപ്പോഴെങ്കിലും ആ എൻസൈമാറ്റിക് ആക്ടിവിറ്റി അത് റീറ്റെയിൻ ചെയ്തിട്ട് അത് ഫുഡ് ഡിറ്റീരിയോറേറ്റ് ചെയ്തെന്ന് വരാം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഫ്രീസിങ്ങിന്റെ മുമ്പ് നമ്മൾ എൻസൈം ഇനാക്ടിവേഷൻ നമ്മൾ ചെയ്തിട്ടാണ് കൂടുതലും നമ്മൾ ഫ്രീസിങ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം അതാണ് ലാസ്റ്റ് പറഞ്ഞത്. ഇറ്റ് ഇസ് എ കോമൺ പ്രാക്ടീസ് ടു ഇനാക്ടിവേറ്റ് ദ എൻസൈംസ് ഓഫ് വെജിറ്റബിൾസ് ബൈ സ്കാൽഡിംഗ് ഓർ ബ്ലാഞ്ചിങ് ബിഫോർ ഫ്രീസിങ് വെൻ പ്രാക്ടീസബിൾ. ഓക്കെ, അപ്പോൾ ഈ ഫ്രീസിങ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഷാർപ്പ് ഫ്രീസിങ് അതുപോലെ തന്നെ ക്വിക്ക് ഫ്രീസിങ്. ഷാർപ്പ് ഫ്രീസിങ് അല്ലെങ്കിൽ സ്ലോ ഫ്രീസിങ് എന്നും പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ പയ്യെ ടൈം എടുത്ത് നമ്മൾ ഫ്രീസ് ചെയ്യുന്നു. ക്വിക്ക് ഫ്രീസിങ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മൾ ഫ്രീസ് ചെയ്ത് കളയും. ഓക്കെ, അപ്പം ഷാർപ്പ് ഫ്രീസിങ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ എയർ സർക്കുലേഷൻ മാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫാൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -23 ഡിഗ്രി ഓർ ലോവർ ബട്ട് മേ വേരി ഫ്രം -15 to -29 എന്നാണ് പറയുന്നത്. ആൻഡ് ഫ്രീസിങ് നടക്കാൻ ഏകദേശം 3 to 72 hours വരെ എടുക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു മെത്തേഡിനെ നമ്മൾ സ്ലോ ഫ്രീസിങ് എന്നും പറയും. ഓക്കെ, അടുത്തത് ക്വിക്ക് ഫ്രീസിങ്. ഓക്കെ, ക്വിക്ക് ഫ്രീസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഫുഡ് ഐറ്റംസ് ഫ്രീസ് ചെയ്യുന്നു. അതിനെയാണ് ക്വിക്ക് ഫ്രീസിങ് എന്ന് പറയുന്നത്. ഒരു 30 minutes അല്ലെങ്കിൽ അതിൽ താഴെ മാത്രമാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വിക്ക് ഫ്രീസിങ് നമുക്ക് 3 രീതിയിൽ അല്ലെങ്കിൽ 3 മെത്തേഡ്സ് വഴി നമുക്ക് ക്വിക്ക് ഫ്രീസിങ് അച്ചീവ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ഐറ്റംസിനെ നമ്മൾ ഇമ്മേഴ്സ് ചെയ്യുക. ഓക്കെ, ഒരു ലിക്വിഡ് റെഫ്രിജറന്റ് ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ലൈക്ക് നമ്മുടെ എന്താ പറയുക,
സോൾട്ട് സൊല്യൂഷൻ ലൈക്ക് ഫിഷസിനെ നമ്മൾ ഫ്രീസ് ചെയ്യാൻ ഒരു സോൾട്ട് സൊല്യൂഷൻ, അതായത് ചിൽഡ് ബ്രൈൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ബെറീസിനെയൊക്കെ നമുക്ക് ഫ്രോസൺ ചെയ്യാൻ നമ്മൾ സ്പെഷ്യൽ ഷുഗർ സിറപ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഇമ്മേർഷൻ, ഫുഡ് ഡയറക്റ്റ്ലി ഇമ്മേഴ്സ് ചെയ്തിട്ട് നമുക്ക് റെഫ്രിജറേറ്റ് അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് റെഫ്രിജറൻറ്റ്, അവിടെ നമ്മുടെ ഫുഡ് പാക്കേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എന്താ പറയുക, നമ്മുടെ ഫുഡ് നമ്മളൊരു കോൾഡ് മെറ്റൽ പ്ലേറ്റിലോ അല്ലെങ്കിൽ ട്യൂബ്സിലോ വെക്കും. അതിൽ കൂടെ റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ, റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -17 to 45 -45.6 ആണ്. ഓക്കെ, അപ്പോൾ ഫുഡിൽ നിന്നുള്ള ഹീറ്റ് പാസ് ചെയ്തിട്ട് മെറ്റൽ പ്ലേറ്റിലെത്തും, അതുവഴി റെഫ്രിജറൻറ്റിൽ എത്തിയിട്ട് പെട്ടെന്ന് തന്നെ അത് ഫ്രീസ് ആയി പോകും. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എയർ ബ്ലാസ്റ്റ് ഫ്രീസിംഗ് ആണ്. അവിടെ എന്ന് പറയുമ്പോൾ -17 to -34 ഡിഗ്രിയിലുള്ള എയർ നമ്മൾ നമ്മുടെ ഫ്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസുമായിട്ട് ബ്ലോ ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 3 മെത്തേഡ്സ്. ഒന്ന് ഡയറക്റ്റ് ഇമ്മേർഷൻ, രണ്ടാമത്തത് ഇൻഡയറക്റ്റ് ഇമ്മേർഷൻ, മൂന്നാമത്തത് എയർ ബ്ലാസ്റ്റ് ഫ്രീസിംഗ്. ഓക്കെ, മറ്റൊരു ക്വിക്ക് ഫ്രീസിംഗ് മെത്തേഡാണ് ഈ ലിക്വിഡ് നൈട്രജൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്രോസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ടും ഓവർഷീസ് ഷിപ്മെൻറ്റ് നടത്തേണ്ട ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു രീതിയിൽ ഫ്രീസ് ചെയ്യുന്നത്. ലൈക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്, ഷ്രിംപ്, മഷ്റൂം ഒക്കെ നമ്മൾ ലിക്വിഡ് നൈട്രജൻ വെച്ചിട്ട് ഇപ്പോൾ ഫ്രീസ് ചെയ്യാറുണ്ട്. അനദർ മെത്തേഡ് ഇസ് ഡീഹൈഡ്രോ ഫ്രീസിങ്. ഡീഹൈഡ്രോ ഫ്രീസിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആദ്യം നമ്മൾ ആ ഫുഡിലുള്ള മോയ്സ്ചർ കണ്ടന്റ് മുക്കാലും നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഡാമേജ് ഒക്കെ ഒഴിവാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് ക്വിക്ക് ഫ്രീസിംഗ് ഓവർ സ്ലോ ഫ്രീസിംഗ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്വിക്ക് ഫ്രീസിംഗിൽ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും, അത് വളരെ സ്മോളർ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ ഡിസ്ട്രക്ഷൻ, നമ്മുടെ ഫുഡിൻ്റെ മെക്കാനിക്കൽ ഡിസ്ട്രക്ഷൻ ഒന്നും നടക്കാനുള്ള ചാൻസ് ഇല്ല, വളരെ ചെറിയ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്തുകൊണ്ട്. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സോളിബിൾ മെറ്റീരിയൽസ് ആണെങ്കിൽ അതിന് ഡിഫ്യൂസ് ചെയ്യാനുള്ള ടൈം നമുക്ക് അത്യാവശ്യം കിട്ടത്തില്ല, അല്ലേ? കാരണം പെട്ടെന്ന് തന്നെ ഇത് സോളിഡിഫൈ ആയി പോകും. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ മൈക്രോബിയൽ ഗ്രോത്ത് നന്നായിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, നമ്മൾ മറ്റേ സ്ലോ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം എടുത്തിട്ടാണ് ഫ്രീസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ചിലപ്പോൾ കുറച്ച് കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെ മൈക്രോബിയൽ ഗ്രോത്ത് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു ചാൻസ് അവിടെ ഉണ്ടാവുന്നില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻസൈമാറ്റിക് ആക്ഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്വിക്ക് ഫ്രീസിംഗ് ഓവർ സ്ലോ ഫ്രീസിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായിരുന്നു. താങ്ക് യു.